നമുക്കൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെയെല്ലാം നമുക്ക് സെർവ് ചെയ്യാൻ ഒരു അടിപൊളി ഐറ്റമാണ്. അതിനുവേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ വലിയൊരു സവോള ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമെല്ലാം പോകുന്ന വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം വലിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം കളറെല്ലാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചിക്കനെല്ലാം ഒരു അത്യാവശ്യം വെന്ത് വരുന്ന വരെ നമുക്കത് വഴറ്റിയെടുക്കാം. ഏകദേശം ചിക്കനെല്ലാം നന്നായിട്ട് ഏകദേശം ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ചിക്കനെല്ലാം വെന്ത് വരാറായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ വെള്ളമെല്ലാം പോകുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു മുറി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നമുക്കൊരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.